ആവശ്യമുള്ളപ്പോൾ ഒരു സാധനം വെച്ച ഇവിടെ കാണുന്നത്. ഗീതേ, എന്റെ യൂണിഫോമിന്റെ പാൻസ് എവിടെ? എന്റെ പാൻസ് എവിടെയെന്ന്? അവിടെ അലമാരിയിൽ കാണും. ദേ വരുന്നു മോനേട്ടാ. ആ കുന്തം കാണുന്നില്ല. ഗീതേ, ദീപു. ദീപു, ദേ അച്ഛൻ വിളിക്കുന്നു. രണ്ട് മൂന്ന്. ഗീതേ, എടി ദീപു, നിന്നെ അച്ഛൻ വിളിക്കുന്നു. എടി ദീപു, ഒന്ന് ചെല്ലടി പെണ്ണെ. ഈ കുട്ടികൾ എവിടെ പോയി? അച്ഛന്റെ പാന്റ് നെറ്റിയുടെ അടിയിൽ ഒളിച്ചിട്ടുണ്ട്. ഒരു പാൻസ് പോലും തെരഞ്ഞുപിടിക്കാൻ അറിയാത്ത ആഫീസർ. ഇതങ്ങോട്ട് നേരത്തെ പറഞ്ഞൂടായിരുന്നു. കളിക്കാൻ കണ്ട നേരം. കളിച്ചത് ഞാനല്ല, അച്ഛനെ ഇപ്പൊ വിടരുതെന്ന് കരുതി പിള്ളേര് മാറ്റി വെച്ചതാ. അയ്യോ, ദോശ കരിഞ്ഞാണ്. ഹലോ, ആ വാർഫിലോ? ഞാനിത് ഇറങ്ങി. ആ വണ്ടി വിട്ടേക്ക്. ശരി. അച്ഛൻ വരുന്നുണ്ട്. എന്തോ പണി പറ്റിച്ച പോലെയാണല്ലോ നിൽക്കുന്നത് രണ്ടുപേരും. ഓ, ഇന്നച്ഛന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അച്ഛനങ്ങ് മറന്നുപോയല്ലോ. എവിടെ നിങ്ങളുടെ നേതാവിനെ കണ്ടില്ലല്ലോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ തൊഴിലൊന്നുമില്ല ലക്ഷ്മിക്കുട്ടി. ഇത് എന്ത് കോലവാ? കോലോ? ചേട്ടന് ഫാഷനെ പറ്റി വല്ലതും അറിയാമോ? ബോംബെയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണ്. മതി 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 മതി. ഈ ടി വി ഇവിടുന്ന് പോകാൻ നീ ഒന്നും ഗുണം പിടിക്കുക. ഇതിലെ തിരി എണ്ണിയാ എനിക്ക് 4 വയസ്സേ ആയിട്ടുള്ളൂ. 40 തിരി മേടിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഉടുപ്പ് മേടിക്കുന്ന എങ്ങനെയാ? കൊള്ളാം, നല്ല പെങ്ങളാ. ചേട്ടന്റെ പിറന്നാള് ഉടുപ്പ് മേടിച്ചത് അവളും. അത് പിന്നെ എന്തായാലും ഈ ഉടുപ്പ് തിരിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ മാന്യമായ ഒരെണ്ണം വാങ്ങും. അതിനിപ്പോ ആ ഉടുപ്പിന് എന്താ ഒരു തെറ്റ്? അവൾക്ക് നന്നായി ചേരും. നീ ഒറ്റ ഒരുത്തിയാ ഇവിടെ വഷളാക്കുന്നത്. ഞാൻ പോട്ടെ. അയ്യോ ചേട്ടാ, കാപ്പി കുടിച്ചിട്ട് പോ. ഞാൻ വന്നിട്ട് കഴിക്കാം, സമയമായിന്ന്. എപ്പോഴാ കണ്ടത്? About 6. ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് പണിക്ക് വന്നപ്പോഴാണ് കണ്ടത്. Any possibility of a murder? മർഡർ ഇപ്പൊ ഒന്നും പറയാൻ വയ്യ സാർ. ആളാരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ഇല്ല സാർ. രാമേന്ദ്രൻ, ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ബ്രൗൺ ഷുഗറോ മറ്റാണെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. പാക്കറ്റ് എവിടെ? നോ പ്രസാദ്, ഇത് ബ്രൗൺ ഷുഗർ അല്ല, ഇത് സെറോയിൻ. ഇതും ആ ബോഡിയിൽ നിന്ന് കിട്ടിയാണ്. ഷിൽട്ടൺസ് ബാർ ആൻഡ് ഹോട്ടൽ, ഹാരിസൺ റോഡ്, കൊച്ചിൻ. എനിക്ക് ഇയാളെ അറിയാമല്ലോ. മിസ്റ്റർ ജയകുമാർ, അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കസ്റ്റംസ് ഇൻ സെൻട്രൽ എക്സൈസ്. ഹംസ വരുന്നുണ്ട്.
എന്താ ഹംസേ? ഇക്ക ഇക്ക എനിക്ക് മനസ്സിലായി. നിനക്ക് ഇനി ചരക്ക് വേണം, തരാം. നല്ലൊരു കൺസൈൻമെന്റ്, പക്ഷേ റെഡി ക്യാഷ്. റെഡി ക്യാഷിനോ? അല്ലാതെ കഴിഞ്ഞ തവണ നീ വിറ്റത് എന്ത് വിലക്കാണെന്ന് ഞങ്ങൾക്കറിയാം. ഏൽപ്പിച്ച തുക എത്രയാണെന്നും അറിയാം. വിശ്വസ്തരല്ലാത്തവരെ എനിക്ക് ആവശ്യമില്ല. അതിപ്പോ ഇക്ക എന്റെ കയ്യിൽ റെഡി ക്യാഷ് തരാനില്ല. ഇപ്രാവശ്യം കൂടി പഴയതുപോലെ ഞാൻ കറക്റ്റ് പേയ്മെന്റ് തന്നോളാം. കറക്റ്റ് പേയ്മെന്റ് അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നത് ഈ ഖാലിദായിരിക്കില്ല, അത് മറക്കണ്ട. ശരി ഇക്ക. എന്തു പറയണം എന്നെനിക്കറിയില്ല. മോഹൻ അറിയുവോ? അവൻ 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് 21. ജയന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുമുണ്ട് ഒരു ഫാമിലി. എന്റെ മോനോട് ചെയ്തവരെ എത്രയും വേഗം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ജയൻ. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കരുതരുത്. അതിരിക്കട്ടെ, ജയൻ ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയണം, എന്നോട് സഹകരിക്കും. ജയൻ ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്. എന്റെ ഫാമിലി ബോംബെയിലാണെന്ന് അറിയാമല്ലോ. എന്റെ ഭാര്യ അവരുടെ ബാങ്കിൽ ജോലി ചെയ്യുന്നു. പിന്നെ കിഷോറും ഹരിക്കുട്ടനും. കിഷോർ പാവമായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം അവൻ MBAക്ക് ചേർന്നു. അവന്റെ കൂട്ടുകാരെ പറ്റി എന്തെങ്കിലും? ഹി നെവർ ഹാഡ് ഫ്രണ്ട്സ്. കോളേജ് വിട്ടാൽ നേരെ വീട്ടിലേക്ക്, പിന്നെ വായന. ഒരു ഇന്ററോഗേഷനുള്ള സമയമല്ല ഇത് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ജയകുമാർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? 1 കൊല്ലമാവുന്നു. അതിനിടയ്ക്ക് കിഷോർ ഇവിടെ വന്നിട്ടുണ്ടോ? ഒരിക്കൽ, ഏതാണ്ട് 6 മാസം മുമ്പ്, അവന്റെ അമ്മയും അനുജനുമൊത്ത്. ഐ സീ. ഈ ഹോട്ടലിനെ കുറിച്ച് എപ്പോഴെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോ? അതോ നിങ്ങൾ ഫാമിലിയുമായിട്ട് അവിടെ പോയിട്ടുണ്ടോ? നോ, അവൻ എങ്ങനെ ഒരു സ്ഥലം അറിയാൻ വഴിയില്ല. ഇത് കിഷോറിന്റെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ കാർഡാണ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. കിഷോറിന്റെ മരണം ഐ കോൺ ജസ്റ്റ് ബിലീവ് ഇറ്റ്. ഇനി മോഹൻ എന്നോടൊന്നും ചോദിക്കരുത്, പ്ലീസ്. ജയൻ തെറ്റിദ്ധരിക്കരുത്. കിഷോർ മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു. Will you please get out of here? സോറി. ഇക്ബാൽ പറഞ്ഞ പാർട്ടി നാളെ വരും. ഈ പ്രാവശ്യം എന്റെ ജീവൻ പണയം വെച്ചാണ് ഖാലിദിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചരക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് താനെല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അതെന്നോട് പറയണോ? പിന്നെ ഒരു കാര്യം, പാർട്ടി ആരായാലും തുക മുഴുവനും ക്യാഷായിട്ട് തന്നെ വാങ്ങണം.